ഹായ് ഫ്രണ്ട്സ്, റൈഡർ സ്വീറ്റ് ബോയ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. രാത്രിയിൽ റൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. രാത്രിയിൽ റൈഡ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്ന ചതിക്കുഴികളും ഒപ്പം അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയും കോർത്തിണക്കിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും രാത്രി ഒരു റൈഡ് വളരെ ഒരു ഹരം തരുന്ന കാര്യം തന്നെയാണ്. ട്രാഫിക്കും ചൂടും ഒന്നും ഇല്ലാതെ രാത്രിയുടെ ഇരുട്ടിനോട് വണ്ടിയോട് സൊറ പറഞ്ഞ് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ രാത്രി അറിയാത്ത വഴികളിലൂടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മെ കാത്ത് ഒരുപാട് ചതിക്കുഴികൾ ഇരിപ്പുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രാത്രി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ഒരു 8ന്റെ പണി തന്നെ തരും എന്ന് നമുക്ക് പറയാം. അതിൽ ആദ്യത്തെ പണി ഉറക്കം തന്നെയാണ്. എത്ര ശ്രമിച്ചാലും ചില സമയങ്ങളിലെ ഉറക്കത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്നാൽ കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാം എന്നൊക്കെ കരുതി വീണ്ടും യാത്ര തിരിക്കുന്നവരുണ്ട്, യാത്ര കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. 1 സെക്കൻഡിൻ്റെ ദൈർഘ്യം മതി ഉറക്കം നമ്മുടെ ശരീരത്തെ കീഴടക്കാൻ. ആ 1 സെക്കൻഡ് മതി വലിയൊരു ആക്സിഡൻറ്റിലേക്ക് അത് വഴിതെളിക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാത്രി സമയങ്ങളിലെ യാത്രയിൽ ഉറക്കം അനുഭവപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കം വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഒരു ടീ ഷോപ്പിൽ വണ്ടി നിർത്തിയതിന് ശേഷം അവിടുന്ന് ഒരു കട്ടനോ ചായയോ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് റിലാക്സ് ആയതിനു ശേഷം ആ ഉറക്കച്ചടവ് മാറി എന്ന് തോന്നിയതിന് ശേഷം മാത്രം വണ്ടി എടുത്തിട്ട് പോവുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം സേഫ്റ്റി ആക്കി എന്നതിന് ഉറപ്പ് വന്നതിന് ശേഷം 1-2 മണിക്കൂർ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നതിലും കുഴപ്പമില്ല. ആരും വന്ന് എണീറ്റ് പോടാന്ന് പറയില്ല. പല യാത്രകളിലും ഇങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് ഞങ്ങളുടെ ലഗേജെല്ലാം ഞങ്ങളുടെ തോളോട് ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അതിൽ ഒരു അഭിമാനക്കേടുമില്ല. കാരണം ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഒഴിവാകാൻ അത് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഉറക്കം എന്ന ആ ഒരു വിപത്തിനെ, ആ ഒരു യാത്രയിലിൻ്റെ ഇടയ്ക്ക് കയറി വരുന്ന ആ ഒരു വിശിഷ്ട അതിഥിയെ സൽക്കരിച്ച് നല്ല രീതിയിൽ തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് അടുത്തതായി പറയാനുള്ളൊരു കാരണം, അതെൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ അന്യ സംസ്ഥാനങ്ങളിലൂടെ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവാണെങ്കിൽ ഏറ്റവും അടുത്ത് കാണുന്ന പെട്രോൾ പമ്പിൽ നിന്നും നിങ്ങൾ മാക്സിമം ഫ്യൂവൽ ശേഖരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ ഒരു ഫ്യൂവൽ പമ്പിൽ കയറുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ പവർ കൂടിയതായിരിക്കാം ഉള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും തീരെ കുറവാണെങ്കിലും കുറച്ച് ദൂരം കൂടെ ഓടും, അടുത്ത പമ്പിൽ നിന്നും കളക്ട് ചെയ്യാമെന്നൊക്കെ ഉള്ള ധാരണയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങും. തീരെ പെട്രോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അരട്ടാങ്കിലും താഴെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരുപാട് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അടുത്തടുത്ത പമ്പുകളിൽ നിന്നും പെട്രോൾ ഫില്ലാക്കി വെക്കുക. കാരണം മറ്റൊന്നുമല്ല, രാത്രി ചില പമ്പുകളിൽ ഫുൾ ടൈം ക്ലോസ് ആയിരിക്കും. ചില പമ്പുകളിൽ അവിടെ ചെല്ലുന്ന സമയത്ത് പെട്രോൾ കാണണമെന്നില്ല. നമ്മൾ ആ ഒരു പമ്പ് ലക്ഷ്യമായിട്ടായിരിക്കും പോകുന്നത്. അവിടെ പെട്രോൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പമ്പ് അടച്ചിട്ടേക്കാണെങ്കിൽ പിന്നീട് അവിടുന്ന് ഒരുപാട് ദൂരം കവർ ചെയ്താലായിരിക്കും അടുത്തൊരു പെട്രോൾ പമ്പ് കാണുന്നത്. അതിനിടയ്ക്ക് ചിലപ്പോൾ കാടുകൾ കാണാം, ചിലപ്പം അറിയാത്ത പല ആപത്തുകളും കാണാം. അപ്പോൾ പെട്രോൾ ഇല്ലാതെ ആ ഒരു സമയം നമ്മൾ വഴിയിൽ കിടന്നാൽ അത് നമ്മുടെ വലിയൊരു ആപത്തിലേക്ക് വഴിതെളിക്കും. ഇത് ഞങ്ങൾ ലഡാക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരോട്ടുള്ള വഴിയുടെ മധ്യേ ഞങ്ങൾ ഈ രാത്രി യാത്ര ചെയ്യേണ്ടതായിട്ടൊരു സാഹചര്യം വന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇതുപോലെ ഒരു പെട്രോൾ പമ്പിൽ കയറി. അവിടെ പവർ കൂടിയ പെട്രോൾ ആയിരുന്നു ഉള്ളത്. ഞങ്ങൾ വിചാരിച്ച് അടുത്ത പമ്പിൽ ചെന്നിട്ട് അടിക്കാം. ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു. ആ പമ്പ് എന്തോ അവധിയായിരുന്നു. അവിടെ രാത്രി ആയതുകൊണ്ട് ആരോടും ചോദിക്കാനൊന്നും പറ്റിയില്ല. ഗൂഗിൾ മാപ്പ് അടുത്ത പമ്പ് കാണിച്ചു തന്നു. അവിടെ ചെന്നു, അവിടെ അവധി. അങ്ങനെ 4-5 പമ്പ് കഴിഞ്ഞു. ആകെ ഞങ്ങൾ ബേജാറായി. കാരണം അവിടെ മൊത്തവും കാടാണ്, ഫുള്ള് കാടാണ്. ഒരു കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് കിലോമീറ്റർ വിജനമായ പ്രദേശമാണ്. അവസാനം എന്തോ ഒരു ഭാഗ്യത്തിന് അടുത്ത ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന അടുത്ത പെട്രോൾ പമ്പ് എന്തോ ഒരു ഭാഗ്യത്തിന് ഓപ്പൺ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് പെട്രോൾ ശേഖരിക്കാൻ പറ്റി. ഉറപ്പായും ആ ഒരു പെട്രോൾ പമ്പും കൂടി അവധിയായിരുന്നു അല്ലെങ്കിൽ ക്ലോസ് ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉറപ്പായും അവിടെ പെട്ടുപോയേനെ. അപ്പം ഈ ഒരു കാര്യം രാത്രി യാത്ര ചെയ്യുന്നവർ ഉറപ്പായും മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായി 3ാമതായിട്ടുള്ള കാര്യം അമിത വേഗതയാണ്. രാത്രി എന്നല്ല, പകൽ റൈഡിലും അമിത വേഗത ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ രാത്രിയുടെ കാര്യത്തിൽ എന്താണ് എടുത്തു പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, അന്യ സംസ്ഥാനങ്ങളിലാവട്ടെ നമ്മുടെ റോഡുകളിൽ പ്രത്യേകിച്ച്
നമ്മുടെ റോഡുകളൊന്നും നമുക്ക് ദൂരങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കൊന്നും അറിയാത്ത റോഡുകളാണ്, മുന്നേ പോയി പരിചയമില്ലാത്ത റോഡുകളാണ്. എവിടാണ് കട്ടർ, എവിടാണ് കുഴിയുള്ളത്, എവിടാണ് വളവുള്ളത് എന്നൊന്നും നമുക്ക് നേരത്തെ അറിയാത്തതാണ്. നമ്മൾ നല്ല രീതിയിൽ സ്പീഡിലാണ് രാത്രി വരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തെ മറികടക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നം സംഭവിക്കും. ഒരു കുഴിയിലൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഹാൻഡിൽ, നമ്മുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകും. അതുപോലെ വളവ് നല്ല സ്പീഡിനാണ് വരുന്നതെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാത്ത വളവുകളിലൊക്കെ നമുക്ക് ആ ഒരു പെട്ടെന്ന് സഡനായിട്ടുള്ള ഒരു വളവൊന്നും എടുത്ത് വളച്ചെടുക്കാൻ കഴിയില്ല, കാരണം മുൻകൂട്ടി അറിയാത്ത റോഡുകളാണ്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ റൈഡ് ചെയ്യുന്നവർ അമിത വേഗത, ഓവർ സ്പീഡ് ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോവുക. പിന്നെ അതിൽ വേറൊരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റ്, അമിത വേഗത കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടക്കുകയാണെങ്കിൽ, പകലാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് വരുന്ന വണ്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു പക്ഷേ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. പക്ഷേ രാത്രി കാലങ്ങളിലാണെങ്കിൽ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് ഒരു മൂലയിലോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ തെറിച്ച് കിടന്നാൽ ആരുടെയും കണ്ണിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മുടെ ജീവനും നമ്മുടെ സ്നേഹിക്കുന്നവർ നമ്മളെ യാത്ര പറഞ്ഞു വിടുമ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട് തിരിച്ചെത്തുമെന്നുള്ളത്. അത് പാലിക്കാനും വേണ്ടി രാത്രി കാലങ്ങളിൽ റൈഡ് ചെയ്യുന്നവർ അമിത വേഗത പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം മാത്രം റൈഡ് കണ്ടിന്യൂ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 4ാമത്, ഷോർട്ട് കട്ടുകൾ ഒഴിവാക്കുക. പകൽ സമയങ്ങൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുമ്പോഴെല്ലാം ചില ഷോർട്ട് കട്ടുകൾ, ഹൈവേന്ന് മാറി ചില ഷോർട്ട് കട്ടുകൾ കാണിച്ചു തരാറുണ്ട്. അതെല്ലാം നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ വഴി തെറ്റി പണ്ടാരം അടങ്ങി എവിടെയെങ്കിലൊക്കെ പോയി പെടാറുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള യാത്രകളിൽ, രാത്രി യാത്രകളിൽ ഈ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന ഷോർട്ട് കട്ട് വഴികൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഹൈവേയിൽ ബോർഡുകൾ നോക്കി തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് വഴിതെറ്റി വേറെടുത്ത് പോയി പെട്ടു പോവുകയാണെങ്കിൽ ചിലപ്പം അത് എങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം അവിടെയൊക്കെ പമ്പുള്ള സ്ഥലങ്ങളാണോ എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അവിടെയൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇനി കൊള്ളക്കാരോ പിന്നെ അതുപോലെ നമ്മുടെ വണ്ടിയൊക്കെ തട്ടിയെടുക്കാൻ ഉള്ള മൈൻഡുള്ള ആൾക്കാരൊക്കെ ആ ഒരു വഴിയിൽ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. പക്ഷേ ഹൈവേയിലാണെങ്കിൽ എപ്പോഴും വണ്ടി വരികയാണ്. അതുകൊണ്ട് വലിയ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകാതെ ബോർഡുകൾ നോക്കി മെയിൻ ഹൈവേകളോ അല്ലെങ്കിൽ മെയിൻ റോഡുകളോ പിടിച്ച് മാത്രം പോകാൻ ശ്രമിക്കുക. പക്ഷേ നമുക്ക് അറിയാവുന്ന വഴികളാണ്, നമ്മൾ മുന്നേ പോയി പരിചയമുള്ള വഴികളാണ്, നമുക്ക് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കാതെ നമുക്ക് കൊച്ചു വഴികളിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പോകുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് അടുത്ത് എവിടെ ചെന്ന് ഇറങ്ങണമെന്നറിയാം, മുൻധാരണയുണ്ട്. പക്ഷേ അറിയാത്ത വഴികളാണ് ഈ ഗൂഗിൾ മാപ്പ് പലപ്പോഴും നമ്മളെ ഗൂഗിൾ ചേച്ചി പണി തന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് ചുറ്റിച്ചിട്ടുള്ളവരായിരിക്കാം നമ്മൾ യാത്ര ചെയ്യുന്നവരല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയിൽ വെക്കുക, ഈ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ കാര്യമാണ്. മാക്സിമം അന്നുള്ള ചിലവിൻ്റെ കാശുകൾ മാത്രം രാത്രി റൈഡ് ചെയ്യുന്നവർ കയ്യിൽ സൂക്ഷിക്കുക. ഓവറായിട്ട് കയ്യിൽ കാശ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി എന്തെങ്കിലും ഈ റോബറിയോ അത് കണക്ക് പിന്നെ തട്ടിപ്പൊക്കെ നടത്തുന്നവരൊക്കെ വഴിയിലുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഓവറായിട്ട് പൈസ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പം അവർ പിടിച്ചു വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം അങ്ങനെ ഒരുപാട് കാശുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മാക്സിമം അത് ലഗേജിൽ സൂക്ഷിക്കുക. അതിനെക്കാട്ടി നല്ലത് അന്നുള്ള ചിലവിനുള്ള കാശുകൾ മാത്രം എടുത്തു വെച്ചിട്ട് പിറ്റേത്തെ കാശ് ATM വഴി വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഒരുവിധം നല്ല സേഫ്റ്റി ആയിട്ടുള്ള കാര്യം. രാത്രി യാത്രയിൽ പ്രധാനമായും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ രാത്രിയുടെ യാത്ര സുരക്ഷിതമായി എന്ന് കരുതരുത്. ഒരുപാട് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലൊരു വീഡിയോ ഞാൻ ബാക്കി പാർട്ട് 2 ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണം എങ്കിൽ നിങ്ങൾ എനിക്ക് ദയവേത് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബൈക്കിൻ്റെ റിവ്യൂ, അതുപോലെ യാത്ര ടിപ്സ്, ഇങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതലായും ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഉറപ്പായും അടുത്ത വീഡിയോയിൽ അത് നമ്മൾ മാക്സിമം കവർ ചെയ്ത് നല്ല വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈൻ ഓഫ് ചെയ്യുകയാണ്. ബൈ.